പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ കാണുവാൻ കർത്താവ് നമ്മെ സഹായിച്ചതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. യഹൂദന്മാർ ബിസിനസ്സുകാരാണ്. നല്ല ബിസിനസ് ചെയ്യുവാൻ അവർക്കറിയാം. ദൈവം അതിനൊക്കെ ജ്ഞാനം അവർക്ക് കൊടുത്തിട്ടുണ്ട്. ലാഭകരമായ ഒരു ബിസിനസ്സിനെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാൻ അവർക്ക് നല്ല കഴിവാണ്. അതിന് ഏത് ശക്തി ഉപയോഗിക്കണം അല്ലെങ്കിൽ ഏത് തത്വം ഉപയോഗിക്കണമെന്ന് അവർ പെട്ടെന്ന് അവരുടെ ഉള്ളിൽ തന്നെ അല്ലെങ്കിൽ അവരുടെ ഇടയിൽ തന്നെ വലിയൊരു സർവേ നടന്നുകൊണ്ടിരിക്കും. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലപ്രവൃത്തി 19 അധ്യായം നാം വായിച്ചു നോക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ തന്റെ മിഷണറി യാത്രയിൽ എഫെസോസിലും കൊരിന്തിലും ആസിയയിലുള്ള പലയിടങ്ങളിലും കർത്താവിന്റെ നാമത്തെ ഘോഷിച്ചുകൊണ്ട് അനേക അത്ഭുത പ്രവൃത്തികൾ അവിടെ പ്രവർത്തിക്കുകയുണ്ടായി. തിരുവചനത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ആസിയയിലുള്ള അനേകർ കർത്താവിങ്കിലേക്ക് പൗലോസിനോട് ചേർന്ന് തന്റെ ഉപദേശത്തിൽ ഐക്യപ്പെട്ടു. എന്നാൽ എന്നെ വളരെയധികം ചിന്തിപ്പിക്കുന്നതായ ഒരു വിഷയമുണ്ട്. 19 അധ്യായത്തിന്റെ 15 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ദേശാന്തരികളായി നടക്കുന്ന ചില യഹൂദന്മാർ അപ്പോസ്തലനായ പൗലോസിന്റെ ദൈവത്തിന്റെ നാമത്തെ അവർ വാടകയ്ക്കെടുത്തു. അവർക്ക് മനസ്സിലായി ഇതുപോലെ അത്ഭുതം പ്രവർത്തിക്കാനും ബിസിനസ് ചെയ്യുവാനും പറ്റിയ വേറെ ഒരു വഴികളുമില്ല. ഈസി വേ. നിമിഷ നേരത്തിനകം ദുരാത്മാക്കളിൽ നിന്നും മനുഷ്യൻ വിടുതൽ പ്രാപിക്കുന്നു, രോഗത്തിൽ നിന്ന് സൗഖ്യം പ്രാപിക്കുന്നു. പല പല പ്രശ്നങ്ങൾക്ക് പരിഹാരമായി ഈ നാമം ഉപയോഗിക്കപ്പെടുന്നു. അപ്പോൾ അതിനെ കൃത്രിമമായി അവർക്ക് ഈ നാമത്തെ ഉണ്ടാക്കുവാൻ കഴിയില്ല എങ്കിലും ഈ നാമത്തെ അവർ റെന്റിനെടുത്തു. അങ്ങനെ പലയിടങ്ങളിലും ഞങ്ങൾ പൗലോസ് വിളിച്ചു പറയുന്ന യേശുവിന്റെ നാമത്തിൽ ആണയിടുന്നു എന്ന് ഒരു അഡപ്ഷൻ, ഒരു അഫിലിയേഷൻ അവർ നടത്തി. അങ്ങനെ കൂട്ടിച്ചേർക്കൽ നടത്തി അവർ സുവിശേഷത്തിൽ കൂടെ ഒരു ബിസിനസ്, ഒരു കൂട്ടത്തെ സംഘടിപ്പിച്ച് ഒരു സംഘടന രൂപീകരിക്കുവാൻ നോക്കി. അതിന് മറുപടി ദൈവം കൊടുത്തില്ല. പക്ഷെങ്കിൽ ഒരു ദുരാത്മാവ് പെട്ടെന്ന് അവരുടെ മുമ്പിൽ ചാടി വീണു. അവർ പറയുന്നതായ ഒരു വാക്യം അവിടെ 15 വാക്യത്തിലുണ്ട്. അതിങ്ങനെ: ദുരാത്മാവ് ബാധിച്ച ഒരു മനുഷ്യൻ ദേശാന്തരികളായി നടക്കുന്ന യഹൂദന്മാരോട് ഒരു ചോദ്യം ചോദിച്ചു. പൗലോസിനെ ഞങ്ങൾക്കറിയാം, അല്ലെങ്കിൽ പൗലോസിനെ ഞങ്ങൾക്ക് പരിചയമുണ്ട്, യേശുവിനെയും കുറിച്ച് ഞങ്ങൾക്കറിയാം, പക്ഷെങ്കിൽ നിങ്ങൾ ആരാണ്? അപ്പോൾ അതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് ഈ പ്രഭാതത്തിൽ തന്ന ഒരു സന്ദേശം: ദുരാത്മാക്കൾ യേശുവിന്റെ നാമത്തെ നന്നായി അറിയുന്നു. ദുരാത്മാക്കൾ പൗലോസിന്റെ പ്രസംഗത്തെ നന്നായി കേൾക്കുന്നു. ദുരാത്മാക്കൾ പൗലോസ് പറയുന്നതായ വചനങ്ങൾ നന്നായി അതിനെ അനലൈസ് ചെയ്യുന്നു. അതിൽ കൂടെ ഉരുത്തിരിയുന്ന കാര്യങ്ങൾ എന്താണെന്ന് അവർ അത് സ്റ്റോർ ചെയ്യുന്നുണ്ട്. നമ്മൾ കേട്ട് അത് പെട്ടെന്ന് അങ്ങ് വിട്ടുകളയുന്നെങ്കിലും ദുരാത്മാക്കൾ വിട്ടുകളയുന്നില്ല. നോക്കൂ, കർത്താവിനെ ക്രൂശിച്ച സമയത്ത് യേശു സുവിശേഷം പ്രസംഗിച്ച് താൻ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് വളരെയധികം ശിഷ്യന്മാരോട് സംസാരിച്ചു. അവരത് കേട്ടു വിട്ടുപോയി. പക്ഷെങ്കിൽ പരീശന്മാർ നാടുവാഴിയുടെ എടുത്തു ചെന്ന് പറയുകയാണ്: യജമാനനെ, ആ ചതിയൻ ജീവനോടിരിക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അവന്റെ ശിഷ്യന്മാർ മറന്നുപോയി, പക്ഷെ ഞങ്ങൾ മറന്നില്ല, അത് നടക്കും എന്ന് പറഞ്ഞാൽ ദുരാത്മാവ് എപ്പോഴും യേശുവിന്റെ നാമത്തെയും അതിന്മൂലമുള്ളതായ പ്രവൃത്തികളുടെ സാധ്യതകളെയും ആരാഞ്ഞ് അതിന്മേൽ നല്ല ഘനത്തോടെ അത് പഠനം ചെയ്തുകൊണ്ടിരിക്കും. ദൈവത്തിന് മഹത്വം ഉണ്ടാകും. എന്നാൽ അവർക്ക് കടന്നു വരുവാൻ, ദുരാത്മാവിന് കടന്നു വരുവാൻ കഴിയാത്തതായ ഒരു മേഖലയുണ്ട്. അതാണ് ദൈവത്തിന്റെ ആത്മാവിന് ഈ പ്രഭാതത്തിൽ നമ്മോട് സംസാരിക്കുവാനുള്ളത്. അപ്പോസ്തലനായ പത്രോസ് തന്റെ സഭയെ സ്ഥിരപ്പെടുത്തുവാൻ താൻ ലേഖനം എഴുതുമ്പോൾ 1 പത്രോസ് 1 അധ്യായത്തിന്റെ 11 വാക്യത്തിൽ ക്രിസ്തുവിന്റെ ആത്മാവ് അവരിൽ വന്നപ്പോൾ, അതായത് പഴയ നിയമകാലത്തെ ന്യായപ്രമാണ കാലത്തെ പ്രവാചകന്മാരുടെ ഹൃദയത്തിൽ ക്രിസ്തുവിന്റെ ആത്മാവിനാൽ അവർ നിറയപ്പെട്ടപ്പോൾ ക്രിസ്തുവിന് വരേണ്ടിയിരുന്നതായ ഉപദ്രവങ്ങളെയും കഷ്ടങ്ങളെയും കുറിച്ച് അവർക്ക് വ്യക്തമായ ഒരു വെളിപ്പാടുണ്ടായി. അതായത് യേശുവിനെ കുറിച്ചുള്ളതായ ഒരു വെളിപ്പാടുണ്ടായി. എന്നാൽ അതിന്റെ തൊട്ടടുത്ത സെന്റൻസ് ആണ്:
പിന്നീട് വരുവാനിരിക്കുന്ന മഹത്വത്തെ കുറിച്ച് അവർക്കൊരു അറിവ് കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഇതാണ് ദുരാത്മാക്കൾക്കില്ലാത്തത്. ദൈവത്തിന് അതെന്തുകൊണ്ട് ദുരാത്മാക്കൾക്കില്ല? അപ്പോസ്തലനായ പൗലോസ് റോമാ സഭയോട് എഴുതുകയാണ്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, കാത് കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിച്ചിട്ടുമില്ല. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വേണ്ടി ദൈവം കരുതിയിരിക്കുന്ന മഹത്തായ അനുഭവം, തേജസ്, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് ദുരാത്മാക്കൾക്ക് തിരിച്ചറിയുകയില്ല. അവർക്ക് യേശുവിനെ കുറിച്ച് മനസ്സിലാക്കുവാൻ കഴിയും, യേശുവിനെ കുറിച്ച് അവർക്ക് പ്രസംഗിക്കുവാൻ കഴിയും. ദുരാത്മാവിന് പൗലോസിനെ കുറിച്ച് നല്ല ജ്ഞാനമുണ്ട്. പൗലോസിന്റെ പ്രവൃത്തികളെ കുറിച്ചും പ്രസംഗ വിഷയത്തെ കുറിച്ചും ഒക്കെ നല്ല വാചാലരായി സംസാരിക്കും. പക്ഷെങ്കിൽ അതെല്ലാം പലരും ബിസിനസ്സിന് വേണ്ടിയും വരുമാനത്തിന് വേണ്ടിയും ഈ ലോകത്തിലെ ലാഭങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും. എന്നാൽ ക്രിസ്തുവിന്റെ ആത്മാവിനാൽ നിറയപ്പെടുന്ന ഒരു മനുഷ്യനേവനുണ്ടോ? ഒരു ക്രിസ്ത്യാനി ക്രിസ്തുവിന്റെ ആത്മാവിനാൽ നിറയപ്പെടുന്നുണ്ടെങ്കിൽ വരുവാനിരിക്കുന്നതായ കഷ്ടങ്ങളെ കുറിച്ചുള്ളതായ, നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന യാതനകളെ കുറിച്ചുള്ളതായ ഒരു അറിവ് നമ്മൾക്ക് തരുമ്പോൾ ആ കഷ്ടങ്ങളിലും പ്രയാസങ്ങളിലും നാം പരാതിപ്പെടുന്നവരല്ല, നാം സങ്കടപ്പെടുന്നവരല്ല, നാം കണ്ണുനീരൊഴുക്കുന്നവരല്ല, ആവലാതിപ്പെടുന്നവരല്ല, നാം സാരമില്ല എന്നെണ്ണുന്നവരാണ്. കാരണം എന്താണെന്നറിയാമോ? നമ്മളിൽ ക്രിസ്തുവിന്റെ ആത്മാവ് വസിക്കുന്നതിനാൽ പിൻവരുന്ന മഹത്വത്തെ കുറിച്ച് നമുക്കൊരു പ്രത്യാശജനകമായ ഒരു ദർശനം ലഭിക്കുന്നു. ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് ചോദിക്കുകയാണ്, നീ ക്രിസ്തുവിനെ അറിഞ്ഞപ്പോൾ നിന്നിൽ വ്യാപരിച്ച ആത്മാവേതാണ്? ദുരാത്മാവിനെ പോലെ നിനക്ക് ക്രിസ്തുവിനെ കുറിച്ച് ഒരു നല്ല അറിവ് നിനക്കുണ്ടായിരിക്കാം. ഞാനും അല്ലെങ്കിൽ ഫിലോസഫി നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, നല്ല അറിവും ജ്ഞാനവും വാചാലനായി സംസാരിക്കുവാൻ കഴിഞ്ഞിരിക്കും, വിശ്വസിക്കാൻ കഴിയും. മറ്റുള്ളവരുടെ മുമ്പിൽ യേശുവിനെ കുറിച്ച് വിസ്തരം സംസാരിക്കുവാനും അതിനെക്കുറിച്ച് നിന്റെ ഭവനത്തിൽ വലിയൊരു പാട്ടും പ്രാർത്ഥനയും സഭയും സംഘടനകളും ഒക്കെ ഉണ്ടാക്കുവാൻ നിനക്ക് കഴിഞ്ഞേക്കുമായിരിക്കാം. പക്ഷെങ്കിൽ പിൻവരുന്ന മഹത്വത്തെ കുറിച്ചുള്ളതായ, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ്സിനെ കുറിച്ചുള്ളതായ, ക്രിസ്തുവിന്റെ നാമത്തിൽ അനുഭവിക്കുന്ന കഷ്ടങ്ങളുടെയും ദുരിതങ്ങളുടെയും അനന്തരമായി നമ്മിൽ പ്രതിഫലമായി ദൈവം തരുവാൻ പോകുന്ന മഹത്വത്തെ കുറിച്ചുള്ളതായ ഒരു ദർശനം ലഭിക്കുന്നെങ്കിൽ മാത്രമേ നമ്മളിൽ ക്രിസ്തുവിന്റെ ആത്മാവ് വസിക്കുന്നു എന്ന് പറയുവാൻ കഴിയുള്ളൂ. നിന്നിൽ വസിക്കുന്നത് ക്രിസ്തുവിന്റെ ആത്മാവോ അതോ ദുരാത്മാവോ? ദുരാത്മാവിനാൽ യേശുവിനെ അറിയുവാൻ കഴിയും, പൗലോസിനെ അറിയുവാൻ കഴിയും. പൗലോസ് പറയുന്ന വിഷയത്തെക്കുറിച്ച് നല്ല ഗ്രാഹ്യം നിനക്ക് ലഭിക്കും, ഉപദേശത്തെക്കുറിച്ച് നല്ല അറിവ് കിട്ടും. യു ക്യാൻ ഡു ബിസിനസ് വിത്ത് ദിസ്. നിനക്ക് ഇതുകൊണ്ട് ലാഭങ്ങൾ ഉണ്ടാക്കാം, ബിസിനസ്സുകൾ ചെയ്യാം, അനേക കാര്യങ്ങൾ നിനക്ക് പ്രവർത്തിക്കുവാൻ കഴിയും. പക്ഷെങ്കിൽ അങ്ങനെ ചെയ്യുമ്പോൾ പിൻവരുന്ന മഹത്വത്തെക്കുറിച്ചുള്ളതായ ഒരു ജ്ഞാനവും വെളിപ്പാടും നിന്നിൽ ഉണ്ടാകുകയില്ല. എന്നാൽ ക്രിസ്തുവിന്റെ ആത്മാവിനാൽ നമ്മൾ നിറയപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ, ഭവനത്തിൽ ഒരു വാക്കുണ്ട്, സാരമില്ല. കഷ്ടങ്ങളുണ്ട്, സാരമില്ല. ദാരിദ്ര്യമുണ്ട്, സാരമില്ല. നിന്ദയുണ്ട്, സാരമില്ല. പ്രയാസങ്ങളുണ്ട്, സാരമില്ല. പട്ടിണിയുണ്ട്. അങ്ങനെ ഓരോ വിഷയത്തിലും നമുക്ക് കടന്നു പോകേണ്ടതായ അനേക ദുഷികളും നിന്ദകളും അപമാനങ്ങളെയും കുറിച്ച് നീണ്ട നിര തന്നെ ഒരു ദിവസം പ്രഭാതത്തിൽ പിശാച് നമ്മുടെ മുൻപിൽ കൊണ്ടുവന്ന് എത്തിക്കും. എന്നാൽ 4-ാം യാമത്തിൽ കടന്നു വരുന്ന ഒരു ദൈവത്തിന്റെ, ഒരു യേശുവിന്റെ അല്ലെങ്കിൽ ഒരു യജമാനെ കുറിച്ചുള്ള ഒരു ദർശനം നിനക്കുണ്ടെങ്കിൽ, നിന്നെ തനിയെ വിട്ടിട്ട് പടക് അങ്ങ് മണിക്കൂറുകളോളം അല്ലെങ്കിൽ നാഴികളോളം അങ്ങ് അകലെ പോയിട്ടും 4-ാം യാമത്തിൽ നിന്നെ തേടി വരുന്ന ഒരു യേശുവിനെ കാണുവാൻ നിന്റെ കണ്ണുകൾ തുറക്കുമെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഒരു പ്രത്യാശയുടെ വാക്കുണ്ട്, സാരമില്ല. കഷ്ടങ്ങൾ സാരമില്ല, പ്രയാസങ്ങളും ദുഃഖങ്ങളും സാരമില്ല. ഈ ലോകത്തിലെ കഷ്ടം, ഈ ലോകത്തിലെ വേദന, ഈ ലോകത്തിലെ ദാരിദ്ര്യം അല്പനാളത്തേക്കേ ഉള്ളൂ. നാം ഇവിടം വിട്ട് കടന്നുപോകും. നമ്മുടെ കഷ്ടങ്ങളൊക്കെ തീരും, നമ്മുടെ പ്രയാസങ്ങൾ തീരും, നമ്മുടെ കണ്ണുനീർ തീരും. അങ്ങനെയുള്ള ഒരു പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. ആ പ്രത്യാശ നമ്മുടെ തലമുറകളിലും പകരുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ടൊരു തലമുറകളെ വാർത്തെടുക്കുവാൻ നമുക്ക് കഴിയും. ക്രിസ്തീയ ജീവിതം മാധുര്യമെന്ന് നമുക്ക് ഏറ്റുപാടുവാൻ കഴിയും. അങ്ങനെയുള്ളൊരു മാധുര്യമായ അനുഭവത്തിലേക്ക് ദൈവം നിന്നെയും നിന്റെ തലമുറകളെയും കൊണ്ടുവരുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.